ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് നമ്മളെ ഫിനുവിൻ്റെ മൈലാഞ്ചി കല്യാണത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ കണ്ടാലോ. അപ്പോൾ ദാ ഞങ്ങൾ മൈലാഞ്ചി കല്യാണത്തിന് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നാത്തൂമാർ നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓലും ഞങ്ങളെല്ലാവരും പാടെ മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം മൈലാഞ്ചി കല്യാണത്തിനായിട്ട് പോവുകയാണ്. ഞങ്ങളെല്ലാവരും രസമായിട്ട് ഇങ്ങനെ നടന്നിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കല്യാണ വീട് എത്തിയിട്ടുണ്ട്. ചെന്നൈക്കിന് എൻ്റെ നാത്തൂന് മൈലാഞ്ചി കല്യാണമാണല്ലോ, അപ്പം ഞാനൊന്ന് മൈലാഞ്ചി ഇടട്ടെ എന്ന് പറഞ്ഞിട്ട് ഓള് മൈലാഞ്ചി ഇടാനായിട്ട് നിന്നിക്കണ്. ഈ മൈലാഞ്ചി ഇട്ട് കൊടുക്കണത് ഞങ്ങളെ മൂത്താപ്പാടക്ക് ഇപ്പം അടുത്ത് കെട്ടിക്കൊണ്ടുവന്ന ഒരു പുതിയണ്ണും കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ഓൾ എല്ലായിടത്തേക്കും മൈലാഞ്ചി ഇട്ട് കൊടുക്കാനൊക്കെ പോലുണ്ട്. വളരെ കുറഞ്ഞ റേറ്റിൽ മൈലാഞ്ചി ഇട്ട് കൊടുക്കലുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഓളെ കോണ്ടാക്ട് ചെയ്തോളി. ഇസ്കി മെഹന്തി എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. കുട്ടികളൊക്കെ നേരത്തെ തന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുത്തിയിട്ടുണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞിട്ട് വേണം നമുക്ക് മൈലാഞ്ചി കല്യാണത്തിൻ്റെ പരിപാടികൾ തുടങ്ങാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഭക്ഷണം കഴിക്കലാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭക്ഷണം കൊടുത്തതിന് ശേഷം ഞാനും ഇരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇളച്ചിയാളും മുത്തച്ചിയാളൊക്കെ വേറെ ഭാഗത്ത് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ടുട്ടുവിന് കൊടുത്തുകാണ്ട് അവിടെ തന്നെ ഇരുന്നതേനു. അപ്പോഴത്തേക്ക് ഞങ്ങൾ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ പുതിയെണ്ണ മാറ്റി ഇറങ്ങിയിട്ടുണ്ട്. മൈലാഞ്ചി കല്യാണത്തിന് റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഓക്കെ ഈ ഒരു ഡ്രസ്സിൽ ഓളെ കാണാനായിട്ട്. ഇത് നമ്മളെ പുതിയെണ്ണൻകുട്ടിൻ്റെ ഒരു അമ്മായിയാണ് കേട്ടോ. സ്റ്റേജിൻ്റെ മുന്നിലേന് ഭക്ഷണം കാര്യങ്ങളൊക്കെ വിളമ്പണത്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിയാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അത് ഭക്ഷണത്തിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് വേണം മൈലാഞ്ചി കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങാനായിട്ട്. ആദ്യമൊക്കെ ഇങ്ങനെ തന്നെയാണല്ലേ പുതിയണ്ണുങ്ങൾ കല്യാണത്തിൻ്റെ അന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നത്. തലേന്നൊന്നും ഇങ്ങനെ മാറ്റലൊന്നും ഇല്ലേനല്ലോ. ഇപ്പോഴത്തൊക്കെ പല രസമാണ് കേട്ടോ. ഇപ്പോഴത്തെ കല്യാണങ്ങളൊക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ്. എൻ്റെ കല്യാണത്തിൻ്റെ തലേന്നൊന്നും ഇങ്ങനെ തലേന്ന് മാറ്റി നിൽക്കുന്ന പരിപാടി അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ തലേന്നാണല്ലോ മൈലാഞ്ചിയുടെ. അപ്പോൾ പിന്നെ 2-3 ദിവസം മുന്നൊക്കെ മൈലാഞ്ചി ഇട്ട് നിന്ന് തലേന്ന് മൈലാഞ്ചി കല്യാണം ഫോട്ടോത്തിന് വേണ്ടി ഒന്ന് നടത്തണതല്ലേ. എല്ലാവരും പാടെ ഒത്തുകൂടുന്ന ഒരു ദിവസമാണല്ലോ കല്യാണത്തലേന്ന് കല്യാണം എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ എല്ലാവരും ചോറ് കഴിച്ച് കഴിഞ്ഞ് നിൽക്കാതെ പോണോലുണ്ട്. മൈലാഞ്ചി കല്യാണം കാണാൻ നിൽക്കാതെ പോകണോലും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഓളെ ഈ വേഷത്തിലൊന്ന് കാണാനായിട്ട്. ഞങ്ങളെ കല്യാണത്തിന് അന്നൊക്കെ കല്യാണത്തിൻ്റെ അന്ന് ഈ രീതിയിലാണ് കേട്ടോ മാറ്റുക. അതൊക്കെ ഒന്ന് ഓർമ്മ വന്നു പോയി. പിന്നെ ഇവരിതാ കുറച്ച് ആൾക്കാർ ഇവിടെ അകത്തും ചോറ് കഴിക്കണുണ്ടായിരുന്നു. ഓല് പുറത്തേക്ക് വന്നിട്ടില്ല. ഓലിതവിടെ അകത്തും ചോറ് കഴിക്കണുണ്ട്. കുട്ടികൾക്കാണെങ്കിൽ പാട്ടും ഇതൊക്കെ ഇട്ടപ്പോൾ സ്റ്റേജിന്മേൽ ചാടി കളിച്ചലും ഭയങ്കര രസമാണ് കേട്ടോ. കുട്ടികൾക്ക് തന്നെയല്ലേ കല്യാണം അല്ലേ. നല്ല രസമുള്ള പാട്ടുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കിതിൽ പാട്ടുകൾ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അതൊക്കെ മ്യൂട്ടാക്കി വെച്ചത്. അപ്പോൾ മൈലാഞ്ചി കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണോ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഓലിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് പിന്നെ നമ്മളെ കുട്ടികളാണ്, മൂത്തച്ഛന്മാരെ കുട്ടികളാണ് കേട്ടോ. ഇതാണ് മൂത്താപ്പാടത്തെ വലിയ മോനും മരോളും ഞങ്ങളെ കുടുംബത്തിൽ ഫസ്റ്റ് വന്നൊരു മരോളും കൂടിയാണ്. നമ്മളെ സ്റ്റേജ് ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. മൈലാഞ്ചി കല്യാണം തുടങ്ങാനായിട്ട് പോവുകയാണ്. അപ്പോൾ എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പ്ലാനൊക്കെ ചെയ്തതാ അവർ വീഡിയോ ഒക്കെ ആയിട്ടുള്ള പരിപാടികളൊക്കെ തുടങ്ങുന്നുണ്ട്. ക്യാമറമാൻ ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ച് ഓല് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ അന്നത്തെ കല്യാണത്തലേന്നൊക്കെയാണ് കേട്ടോ ശരിക്കും മൈലാഞ്ചി കല്യാണം എന്ന് പറയണത്. കാരണം അന്നാണല്ലോ നമ്മളെല്ലാവരും മൈലാഞ്ചി ഇടുക. ഇതിപ്പോൾ നേരത്തെ മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇതിപ്പോൾ വീഡിയോക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെറുതെ കാണിക്കണ ഒരു മൈലാഞ്ചി അല്ലേ. ഏതായാലും സംഭവം നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഇതിങ്ങനെ കണ്ടു നിൽക്കുമ്പോൾ നല്ല രസം ഉണ്ടായിട്ടുണ്ടായിരുന്നു. വീഡിയോക്കും വേണ്ടിയിട്ട് ക്യാമറമാൻ പറയുന്നത് അനുസരിച്ച് ഓല് കാണിക്കണം കേട്ടോ. ഒരു പ്രാവശ്യം കാണിച്ചു, 2 പ്രാവശ്യം കാണിച്ചു, എന്നിട്ടൊന്നും റെഡി ആവണില്ല. ഒരുപാട് പ്രാവശ്യം കാണിക്കേണ്ടി വന്നു. ഒരു വീഡിയോ ഒക്കെ ആണ് കേട്ടോ അത്രയും ടൈം എടുക്കണത്. ഒരുപാട് ടൈം വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് പോകാൻ തിരക്കുള്ളവർ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ വേഗം ഓരോരുത്തരും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് അങ്ങനെ വിടുകയാണ്. പോകാൻ തിരക്കുള്ള കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ഇവിടുത്തെ എൻ്റെ ഇളച്ചിയാൾ എന്ന് പറയാനില്ല, എൻ്റെ ഒരു ഇളച്ചിയും 2 മൂത്തച്ചിയാളും ഒരു നാത്തോനും ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാത്തവരൊക്കെ നേരം വൈകി എന്ന് പറഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞ നിർബന്ധിച്ചപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ മൂത്താപ്പാൻ്റെ വലിയ മോനും മരോളിയും കാട്ടി തന്നിരുന്നല്ലോ. ഓലെ മോനും മരോളും ഇട്ടത്. ഓലെ കണ്ടാൽ ഓൽക്ക് മരോളുണ്ട് എന്നൊന്നും അറിയില്ല കേട്ടോ. ഓലെന്നെ എപ്പോഴും ചെറുപ്രായമാണ്. അപ്പോൾ ഓലെ മോനും മരോളും ഇട്ടത്. ഇവിടെ ഞങ്ങൾ ഈ തറവാട്ടിൽ ആൺമക്കളെ കൂട്ടത്തിൽ പേരക്കുട്ടികളതിൽ പെൺകുട്ടികളെ കല്യാണം ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സന്തോഷം എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇവിടെ പേരക്കുട്ടികളെ കല്യാണമൊക്കെ കഴിഞ്ഞത് ആൺകുട്ടികൾ പെണ്ണിട്ടുന്ന കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ. പെൺകുട്ടികളെ കല്യാണം ഇതാദ്യമായിട്ടാണ്. ഇതാണ് മൈലാഞ്ചി കല്യാണത്തിൻ്റെ ആ ഒരു വീഡിയോസ് കേട്ടോ.
അതും കൂടി ഞാൻ ഇതിൽ അങ്ങോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കല്യാണത്തലേന്ന് കുട്ടികളെല്ലാവരും പാടെ അങ്ങോട്ട് നന്നായിട്ട് കളറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെടുത്ത ഫോട്ടോസ് ഇതായിരുന്നു. അപ്പോൾ ഞങ്ങളെടുത്ത ഫോട്ടോസും കൂടി ഇതിൽ വെക്കുന്നുണ്ട്. ഇനി ഓരോരുത്തരായിട്ടുള്ള ഫോട്ടോസുകളൊക്കെ ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോരോ ഫോട്ടോസുകളൊന്ന് കണ്ടു നോക്കി. ഇതാണ് ഞങ്ങളെ മൂത്താപ്പാടത്തെ 5 മരുമക്കളുമാണിത്. പിന്നെ മൂത്തമ്മയും മൂത്തമ്മാൻ്റെ മക്കളും, പിന്നെ ഓരോരുത്തർ ഫാമിലി ആയിട്ട് ഇങ്ങനെ ഓരോരുത്തർ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോസൊക്കെ ഞാൻ അതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ പോന്നിട്ടുണ്ടായിരുന്നു. 11 മണി ആയപ്പോൾ തന്നെ ഞങ്ങൾ പോന്നു. കുട്ടികൾക്കൊക്കെ ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് പിറ്റേന്ന് മദ്രസും ഉണ്ട്. അതുകൊണ്ട് ഒരുപാട് ടൈമൊന്നും അവിടെ നിൽക്കാനായിട്ട് പറ്റൂല. ഇൻഷാ അള്ളാഹ് നാളെ കല്യാണത്തിൻ്റെ വീഡിയോ ആയിട്ട് വരും. എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്